മികച്ച നടനുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ ആദ്യ മലയാളി. അവാർഡ് മേടിച്ച മധു തന്നെ. മധു എൻ്റെ ശീലേ PSC ചോദിക്കുന്നതാണ്. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിൻ്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. കൂട്ടുകാരെ ചതച്ചതാണ്. ആദ്യം ലഡ്കീസ് എന്ന് പറഞ്ഞു, പിന്നെ നർഗീസ് എന്ന് പറഞ്ഞു. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് നിലയ്ക്കാമുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡ്രീം ബിൽഡേഴ്സ് ആൻഡ് ഫർണിച്ചറാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൈവശം നിലയ്ക്കാമുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡ്രീം ബിൽഡേഴ്സ് ആൻഡ് ഫർണിച്ചർ നൽകുന്ന മനോഹരമായ സമ്മാനമാണ്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാളി ആരായിരുന്നു? മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാളി. അവാർഡ് മേടിച്ച മധു തന്നെ. മധു മധു പരുക്കോവിയാ? അറിയത്തില്ല. മധുവുമല്ല, ഭരത് ഗോപിയുമല്ല, മറ്റൊരു നടനാണ്. മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാളി. ഡ്രീം ബിൽഡേഴ്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണെന്നാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: മികച്ച നടനുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ ആദ്യ മലയാളി. മമ്മൂട്ടി. ചേച്ചി എന്താണ്? മധുവാണ്. മധുവല്ല. മികച്ച അമ്മ കേട്ടിട്ടുണ്ടോ? സിനിമ കാണൂലെന്ന് പറഞ്ഞ് ആരെങ്കിലും പറഞ്ഞെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. മികച്ച നടനുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ ആദ്യ മലയാളി. ഡ്രീം ബിൽഡേഴ്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം കരസ്ഥമാക്കിയ ആദ്യ മലയാളി. മികച്ച നടനുള്ള പുരസ്കാരം പ്രേം നസീർ അല്ല. പിന്നെ എൻ്റെ ശീലേ പ്രേം നസീർ അല്ലേ? സത്യൻ. മധുവുമല്ല, പ്രേം നസീറുമല്ല, സത്യൻ്റെ അസത്യനുമല്ല, മറ്റൊരു നടനാണ്. അപ്പോൾ ഞങ്ങളുടെ കൈവശം നിലയ്ക്കാമുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡ്രീം ബിൽഡേഴ്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? KTCT അല്ലേ? അപ്പോൾ ഇതിന് മുമ്പും ഞങ്ങൾ അവിടെ ഒരു ദിവസം പ്രോഗ്രാം ചെയ്തു. നിങ്ങളുടെ സഹപാഠിക്ക് ഞങ്ങളൊരു സമ്മാനവും കൊടുത്തായിരുന്നു. കണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ നിൽക്കുകയാണല്ലേ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ചോദ്യം ഇതാണ്: മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആര്? PSC ചോദിക്കുന്നതാണ്. അറിയത്തില്ല. വിജയനാ? അല്ല. അപ്പോൾ എന്തായാലും മറ്റൊരു അവസരത്തിൽ ഇതിൽ മനോഹരമായിട്ടുള്ള ഒരു സമ്മാനം നേടാം. ഡ്രീം ബിൽഡേഴ്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരായിരുന്നു? ആരാണ്? പ്രേം നസീർ അല്ല. എനിക്കറിയൂടാ. എനിക്ക് കിട്ടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എനിക്ക് കിട്ടണില്ല. അതിപ്പോൾ നമുക്കാരൊന്നും ഐഡിയ ഇല്ല. അറിയില്ല. ഞങ്ങളുടെ കൈവശം നിലയ്ക്കാമുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡ്രീം ബിൽഡേഴ്സ് ആൻഡ് ഫർണിച്ചർ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകി കഴിഞ്ഞാൽ മനോഹരമായ സമ്മാനം ലഭിക്കും. അപ്പോൾ ഞങ്ങളുടെ ചോദ്യം ഇതാണ്: മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരായിരുന്നു? ആദ്യ മലയാളി നടനാ? മികച്ച നടനുള്ള ഭാരത സർക്കാരിന്റെ അവാർഡ് നേടിയ പ്രേം നസീർ. ആരെ പറയുന്നു? മധുവും പ്രേം നസീറും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേറെ ആരുമില്ല. സത്യമാഷുണ്ട്. അപ്പോൾ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയത് PJ ആന്റണി എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്.
1973 MD വാസുദേവൻ നായർ തിരക്കഥ എഴുതി നിർമ്മിച്ച നിർമാല്യം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് PJ ആന്റണിക്ക് മികച്ച പുരസ്കാരം നേടിക്കൊടുത്തത്. ദേശീയ പുരസ്കാരം നേടിയത്. അതിനാണ് ആ വർഷത്തെ തന്നെ ഏറ്റവും നല്ല മലയാള ചലച്ചിത്രത്തിനുള്ള അവാർഡും നല്ല നടനുള്ള മലയാളത്തിൻ്റെ അവാർഡും PJ ആന്റണി കരസ്ഥമാക്കിയിരുന്നു. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായ ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ നൗഫലിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി, കേരളം.